മുന്നോട്ട് പോയപ്പോ വൈകുന്നേരം ഞങ്ങൾ പ്രതിഷേധ പ്രകടനം തീരുമാനിച്ചു. ഞാൻ പേരാമ്പ്രയിൽ നിന്നാണ് വരുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് ആയിരക്കണക്കിന് പേരാമ്പ്രയിലെ UDF-ന്റെയും UDSF-ന്റെയും UDYF-ന്റെയും പ്രവർത്തകന്മാർ അവിടെ കടന്നു വന്നു. ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ഇന്നലെ അവിടെ വിജയിച്ച UDSF-ന്റെ പ്രവർത്തകർ പോകുമ്പോ പോലീസ് പറഞ്ഞത് നിങ്ങളെക്കാൾ കൂടുതൽ എണ്ണമുള്ള SFI-ക്കാരും DYFI-ക്കാരും അവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നാണ്. അവിടെ പ്രവർത്തകരോട് നേതാക്കൾ വിശദീകരണം പ്രസംഗിക്കുകയാണ്. കോഴിക്കോട് വലിയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തും അവിടെ കുത്തിയിരുന്നു കൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം UDF-ന്റെയും പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുകയാണ്. അഞ്ജുവിലേക്ക് പോവുകയാണ്. അഞ്ജു, അവിടെ പ്രതിഷേധം വലിയ സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇനി അടുത്ത ദിവസങ്ങളിലും നാളെയും കാണേണ്ടത് സമാനമായ പ്രതിഷേധമായിരിക്കും. കാരണം ആ മുദ്രാവാക്യങ്ങളിൽ അത് കാണാം. അവരുടെ നേതാവ് MP ഷാഫി പറമ്പലിന് പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിലാണ്. അതിന്റെ വൈകാരിക പ്രകടനങ്ങളെല്ലാം ആ പ്രതിഷേധത്തിൽ കാണാം. അതെ രുചിഷ്, വൈകാരിക പ്രകടനം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അവരുടെ നേതാവിന് പരിക്കേറ്റ സംഭവത്തിൽ ചെറിയ രീതിയിലൊന്നുമല്ല അവരിലേക്ക് ആയ ഈ പ്രകടനത്തിൽ തന്നെ അത് വ്യക്തമാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചത് നിങ്ങളുടെ ഒരു MP ഈ ആക്രമണത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്കറിയാം, കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് പോലീസ് അക്രമം ഒഴിച്ചിരുന്നത്. ഏറ്റവും ജനകീയനായ കേരളത്തിന്റെ ഒരു MP ഷാഫി പറമ്പിൽ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനോടുള്ള ആ ജയിച്ചതിന്റെ കലിപ്പ് തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അകാരണമായിട്ടാണ് ഈ മാർസിസ്റ്റുകാരായ പോലീസുകാർ അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിച്ചത്. അതിനെതിരെയുള്ള ശക്തമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല, കേരള സർക്കാരിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സർക്കാരിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തുറന്നു കാട്ടപ്പെടുന്ന കാലഘട്ടമാണ്. ശബരിമലയിലെ സ്വർണം മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ മോഷ്ടാക്കളെ പിടിക്കുന്നതിന് വേണ്ടി വലിയ ശക്തമായ സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ സമരങ്ങളിൽ നിന്ന് വാർത്തകൾ വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓരോ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അക്രമം ഇവിടെ നടക്കുന്നത്. ഇനി ശക്തമായ പ്രതിഷേധം നാളെ സംസ്ഥാന നേതാക്കളുടെ തീരുമാനപ്രകാരം അവരുമായിട്ട് ആലോചിച്ച് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. മാറ്റാൻ വേണ്ടി തീർച്ചയായിട്ടും ആ ശബരിമല കൊള്ള മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അകാരണമായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരം ആക്രമണം അയച്ചുവിടുന്നത്. രുചിഷ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷജീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അവർക്ക് നേരത്തെ രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തെ വൈകാരിക തലത്തിൽ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടി ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടത് എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാദം. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ലാതെ തന്നെ അവരിവിടെ തുടരുകയാണ്. പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. നാളെ ഈ പ്രതിഷേധത്തിന്റെ രീതി അത് മാറും എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ശരി അഞ്ജു, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഈ പരിക്കേറ്റ ഷാഫി പറമ്പലിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മൂക്കിന് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആകാശ് ചേരുകയാണ് ആശുപത്രിയിൽ നിന്ന്. ആകാശ്, എന്തൊക്കെയാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്? ഷാഫി പറമ്പലിന് പരിക്ക് ഗുരുതരം എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഷാഫി പറമ്പലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ എല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഉടനടി ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നു. ഇപ്പോൾ ആകാശ് ചേരുകയാണ് ആശുപത്രിയിൽ നിന്ന്. ആകാശ, വിശദാംശങ്ങൾ.
ഷാഫി പറമ്പിൽ എനിക്ക് ഗുരുതരമായി തന്നെ മൂക്കിൽ പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട്, മൂക്കിലെ എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ ഓപ്പറേഷനിലേക്ക് കടക്കാനാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൂക്കിലും കൂടാതെ തലയ്ക്കും ചതവുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പോലീസിന്റെ ലാത്തി അടിയിൽ നിന്നാണ് മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായിരിക്കുന്നത് എന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അതിൽ തുടങ്ങിയ തർക്കത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെത്തുന്നു. അത് പിന്നെ പേരാമ്പ്ര നഗരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് വഴിതിരിയുന്നു. അതിന്റെ ഭാഗമായി പോലീസിൽ നിന്നുണ്ടായ ആക്രമണത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. കൂടാതെ തന്നെ കോൺഗ്രസിലെ പ്രവർത്തകർക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് പിന്നീട് അവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കും അതിനുശേഷം കോഴിക്കോട് ജില്ലയിലും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പൊ മെഡിക്കൽ ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് മൂക്കിന് 2 സ്ഥലങ്ങളിൽ പൊട്ടലുണ്ട് എന്നുള്ള കാര്യമാണ്. ഓപ്പറേഷൻ ഇന്ന് തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ റെസ്റ്റും വിശ്രമവും കൂടി അദ്ദേഹത്തിന് ഡോക്ടർമാർ പറയുന്നുണ്ട്. രുചി ശരി ആകാശ, ഷാഫി പറമ്പിൽ MPക്ക് ഏറ്റ മർദ്ദനം അത് ഗുരുതരമായ സാഹചര്യം തന്നെയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ എല്ലുകൾക്ക് പൊട്ടലുണ്ട്. 5 ദിവസത്തെ വിശ്രമമെങ്കിലും വേണ്ടിവരും. ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തും എന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അറിയിച്ചിരിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്കാണ് പേരാമ്പ്രയിലെ ഒരു ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു സംഘർഷമാണ്. അവിടെ വലിയ തരത്തിൽ ഒരു വിജയം KSUവിനുണ്ടായി എന്ന് അതിന് പിന്നാലെ ചെയർമാന് ഉൾപ്പെടെ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് MP അവിടത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു അതിക്രമം ഉണ്ടായത്. MPയെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. MPയുടെ മൂക്കിന് വളരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. സംസ്ഥാനമാകെ തന്നെ UDFന്റെ പ്രവർത്തകരെ പ്രകോപിതരാക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം പോയത്.